ഈ ലുക്കിൽ നിന്ന് ഈ ലുക്കിലേക്കുള്ള ട്രാൻസ്ഫോർമേഷനെ കുറിച്ചാണ് ഈ വീഡിയോ. എൻ്റെ വെയിറ്റ് ലോസ് ജേണിയുടെ വീഡിയോ എന്തുകൊണ്ടാണെന്നറിയില്ല, യൂട്യൂബ് അത് റിമൂവ് ചെയ്തു. അതുകൊണ്ട് ഞാനത് ഒന്ന് റീ എഡിറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ നിങ്ങൾക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യാണ്. കണ്ട് സപ്പോർട്ട് ചെയ്യണേ. നമ്മളൊരു തീരുമാനം എടുത്താൽ അതിൽ ഉറച്ചു നിൽക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ നമ്മളത് നേടിയിരിക്കും എന്നുള്ളതിനുള്ള തെളിവാണിത്. ഇതാ ഈ വെയിറ്റിൽ നിന്ന് ഈ വെയിറ്റിലേക്കുള്ള മാറ്റത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. രാവിലെ എണീറ്റിട്ട് വെയിൻ മെഷീനിൽ കയറി നിൽക്കുമ്പോൾ ഈ നമ്പർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. വെയിറ്റ് കുറക്കാനുള്ള ആവേശത്തിൽ എല്ലാ മെഷീൻസിലെയും വർക്കൗട്ട് എല്ലാ ദിവസവും 3 മണിക്കൂർ വെച്ച് ചെയ്തുകൊണ്ടിരുന്നൊരു സമയം ഉണ്ടായിരുന്നു എനിക്ക്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അതെല്ലാം തെറ്റായിരുന്നു. വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ കഴിക്കുക എന്നുള്ളതാണ്. ഞാനൊരു ദിവസം പ്രോട്ടീനിന് വേണ്ടി കഴിച്ചിരുന്നത് 10 എഗ് വൈറ്റും 200 ഗ്രാം ചിക്കനും ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഞാൻ എഗ് വൈറ്റാണ് കഴിച്ചിരുന്നത്. മാക്സിമം ബോയിൽ ചെയ്ത് കഴിച്ചാൽ അത്രയും കലോറി കുറയും. ലഞ്ചിന് 200 ഗ്രാം ചിക്കനും കുറച്ച് വെജിറ്റബിൾസും ഒരു പിടി ചോറുമാണ് കഴിച്ചുകൊണ്ടിരുന്നത്. 5 മണിക്ക് ഞാൻ ഡിന്നർ അവസാനിപ്പിക്കുമായിരുന്നു. ചില ദിവസങ്ങളിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് ഓവർനൈറ്റ് ഓട്സ് എടുക്കുമായിരുന്നു. ഡെയിലി 4 ലിറ്റർ വെള്ളം കുടിക്കുമായിരുന്നു. പിന്നെ കറക്റ്റായിട്ടുള്ള വർക്കൗട്ട് ഡെയിലി ഒരു 2 മസിലിന് വെച്ചിട്ട് ഒരു 1.5 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുമായിരുന്നു. പിന്നെ ഈവനിങ് 1 മണിക്കൂർ നല്ല സ്പീഡിൽ നടക്കും. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഇടയ്ക്കൊക്കെ ചീറ്റ് ഡേ എടുത്തേ പറ്റുള്ളൂ. ഈ ചോക്ലേറ്റ് കണ്ടാൽ എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ആർത്തിയാണ്. ചോക്ലേറ്റിനോട് എന്താണെന്നറിയില്ല. ഡയറ്റും വർക്കൗട്ടും തുടങ്ങുന്നതിൻ്റെ മുമ്പ് എനിക്ക് അത്ര ചോക്ലേറ്റിനോടൊന്നും ഇഷ്ടമുണ്ടെന്നില്ല. നമ്മുടെ ശരീരത്തിൽ ഷുഗർ കുറയുമ്പോഴാണ് എന്താണെന്നോ ചോക്ലേറ്റിനോട് ഭയങ്കര ത്വര വരും. അപ്പോൾ ഞാൻ നല്ലോണം ഒരു 2-3 ദിവസം നിന്ന് ഭയങ്കര കഴിപ്പായിരിക്കും. അത് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. എനിക്ക് അത് മാത്രമാണ് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതിരുന്നത്. പിന്നുള്ളൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ വെയിറ്റ് കുറയുന്ന സമയത്ത് ചിന്നിൻ്റെ ഇവിടെ ഭയങ്കരമായിട്ട് ലൂസാവും. അത് ഫാറ്റ് ഫുള്ള് പോയി കഴിയുമ്പോൾ ടൈറ്റ് ആവും. ഇത് കാണുമ്പോൾ നമ്മളെ പലരും ഡീമോട്ടിവേറ്റ് ചെയ്യും. അയ്യോ കോലം കെട്ടുപോയി, നിർത്തിക്കോ, ഡയറ്റ് വർക്കൗട്ട് നിർത്തിക്കോ എന്ന് പറയും. ഒന്നും കേൾക്കണ്ട. കണ്ടോ, ഇത് കാണുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷത്തിലും വലുതല്ല ആരുടെയും വാക്കുകൾ. അയ്യോ ഷുഗറാണോ എന്നൊക്കെ ചോദിക്കും എല്ലാവരും. അതൊന്നും കാര്യമാക്കണ്ട. എൻ്റെ ഫാറ്റി ലിവറും ഷുഗറും ഫുള്ളായിട്ട് മാറിയതാണ് ഈ ഡയറ്റും വർക്കൗട്ടിൽ. ഡെയിലി 300 ഗ്രാം വെച്ചാണ് ഞാൻ കുറഞ്ഞുകൊണ്ടിരുന്നത്. എന്നൊന്നും അങ്ങനെ കുറയില്ല, ചില ദിവസം കൂടാനും മതി. അതിലൊന്നും സങ്കടപ്പെടാതെ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. എനിക്ക് വയറിൻ്റെ ടയർ കുറയുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ടാസ്ക്. പിന്നെ ഈ ഒരു ലുക്കിൽ നിന്നും പിന്നെ ഈ ഒരു ലുക്കിലേക്ക് നമുക്കൊരു മാറ്റം വേണമെങ്കിൽ കഷ്ടപ്പെട്ടില്ലേ മതിയാവൂ. ഇങ്ങനെ ഷർട്ടും ഇൻ ചെയ്തുകൊണ്ടുള്ള ഡ്രസ്സിങ് സ്റ്റൈൽ എൻ്റെ സ്വപ്നമായിരുന്നു. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും പറ്റും. അപ്പോൾ എങ്ങനെ, നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടോ?